ഹലോ നമസ്കാരം. നമ്മളിപ്പോഴുള്ളത് വിയറ്റ്നാമിലെ ഹലോങ് ബേ ഐലൻഡിൽ നങ്കൂരമിട്ടിട്ടുള്ള വെർദ്വർ ലോട്ടസ് ക്രൂയിസ് ഷിപ്പിൻ്റെ ഏറ്റവും മുകളിലെ ഡക്കിലാണ്. ഈ എപ്പിസോഡിൽ നിങ്ങൾ കാണാൻ പോകുന്നത് വിയറ്റ്നാം കുക്കിങ്ങിൻ്റെ ഒരു ക്ലാസ്സും പിന്നെ രാത്രിയിൽ നടക്കുന്ന ഡിന്നർ പാർട്ടിയും അതിനോടൊപ്പമുള്ള രസകരങ്ങളായ സംഭവ വികാസങ്ങളുമാണ്. ഓരോ മൊമെൻറ്റും രസകരമാണ്, ആരും സ്കിപ്പ് ചെയ്യരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നാട്ടുസഞ്ചാരിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നേരം ഇരുട്ടി വരുന്നു. ചുറ്റിലുമുള്ള ഈവനിങ് കാഴ്ചകൾ വേറെ ലെവൽ. ഇന്ന് രാത്രിയിലെ ഡിന്നർ പാർട്ടിക്കുള്ള തയ്യാറെടുപ്പുകളാണ് ഇവിടെ നടന്നു വരുന്നത്. നമ്മുടെ മഹിളാരത്നങ്ങൾ കുശലങ്ങളുമായി മുകളിലെത്തിയിട്ടുണ്ട്. ചുറ്റിലും ധാരാളം ഷിപ്പുകൾ നങ്കൂരമിട്ടിട്ടുണ്ട്. ഇനി നടക്കാൻ പോകുന്ന കുക്കിംഗ് ക്ലാസ് ഷൂട്ട് ചെയ്യാൻ ക്യാമറ നമ്മുടെ അസിസ്റ്റൻ്റ് ക്യാമറവുമനായ ബിജിറ്റ മോളെ ഏൽപ്പിക്കാനുള്ള ശ്രമമാണ്. പക്ഷെ പിടി തരുന്നില്ല. എനിക്കാണെങ്കിൽ അത് ഷൂട്ട് ചെയ്യാൻ അത് നടക്കുന്ന സ്ഥലത്തേക്ക് ഇപ്പോൾ പോകാനും കഴിയില്ല. കാരണം ഇവിടെ ഞങ്ങൾ കുറേ പേർ മറ്റൊരു കലാപരിപാടി തുടങ്ങാൻ പോവുകയാണ്. അതിൽ പങ്കെടുത്തില്ലെങ്കിൽ ഈ ഡിന്നർ പാർട്ടി പൂർണ്ണമാകില്ല. ഏതായാലും സിറ്റുവേഷൻസ് നോക്കിയിട്ട് ബിജിറ്റമോൾ വരാമെന്ന് പറഞ്ഞിട്ടാണ് പോയത്. വരുമായിരിക്കും. ഇതാണ് ഞങ്ങളുടെ കലാപരിപാടി. ഇത് കാണിക്കുന്നതിനു മുമ്പുള്ള സ്റ്റാറ്റ്യൂട്ടറി വാണിംഗ്. പുകവലിയും മദ്യപാനവും ആരോഗ്യത്തിന് ഹാനികരം. സ്മോക്കിംഗ് ആൻഡ് ആൽക്കഹോളിക് കൺസംഷൻ ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത്. ഇതില്ലെങ്കിൽ ചിലപ്പോൾ പിന്നീട് പണി കിട്ടും. അവരവരുടെ പ്രായത്തിനനുസരിച്ചുള്ള ഡ്രിങ്ക്സാണ്. കുട്ടികൾക്ക് കോളയും ബിയറും, ചിലർ കാഴ്ചക്കാർ മാത്രവും. തെറ്റിദ്ധരിക്കണ്ട. ഞാൻ മുമ്പ് പറഞ്ഞില്ലേ, പുറത്തുനിന്നുള്ള ഒരു മദ്യവും ഇതിനകത്ത് പാടില്ല എന്ന്. പക്ഷെ ഞങ്ങൾ രഹസ്യമായി ഇതിനകത്ത് കയറ്റി. കൂടെ ഇവരുടെ കയ്യിൽ നിന്നും ഒരെണ്ണം വാങ്ങി. പക്ഷെ ഇവർ നമ്മളെക്കാളും വിദ്വാൻമാരാണ്. ഒളിപ്പിച്ചു വച്ചിരുന്നവ കണ്ടുപിടിച്ചു. ഇനി അവർ പറയുന്ന തുക നൽകണം. പിന്നെ അവർ തന്നെ പ്രതിവിധിയും പറഞ്ഞു തന്നു. ഇവർ തരുന്ന ഗ്ലാസിനും വെള്ളത്തിനും പണം കൊടുക്കണം. പകരം നമുക്ക് ആവശ്യമുള്ള ടച്ചിങ്സ് എല്ലാം അവരെത്തിച്ചു തരും. അതൊരു നല്ല ഓഫറായിരുന്നു. ഞങ്ങളും സമ്മതിച്ചു. ഇതിനിടെ നമ്മുടെ അസിസ്റ്റൻ്റ് ക്യാമറ വുമണെത്തി. ഞാൻ ക്യാമറ കൈമാറി. ഇനി സ്വസ്ഥമായിരുന്ന് ഈ പരിപാടി ആസ്വദിക്കാം. ഇതിനിടയിൽ മോൾക്ക് ക്യാമറ ഗിംബൽ ഉപയോഗിച്ച് എങ്ങനെയാണ് കൺട്രോൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുത്തു. ഇനിയുള്ള രംഗങ്ങൾ പകർത്തുന്നത് ബിജിറ്റ മോളായിരിക്കും. അഭിപ്രായം പറയണേ. രണ്ടാം നിലയിലുള്ള റെസ്റ്റോറൻറ്റിൻ്റെ മുൻഭാഗത്തുള്ള ഓപ്പൺ ഏരിയയെ ക്ലാസ് റൂമാക്കി മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ 2 ക്യാമറ വുമണാണുള്ളത്. ഒന്ന് ബിജിറ്റ മോളും മറ്റൊന്നെൻ്റെ സ്വന്തം ഭാര്യയും. ബിജിറ്റ മോൾ വളരെ ഭംഗിയായി ഷൂട്ട് ചെയ്യുന്നുണ്ട്. തുടരട്ടെ. Okay, so welcome our student comes for the cooking class. So today I would like to introduce to you our master chef, Mr. Huang. He's very good chef. He work for the 5-star in the hotel, but he loved the bike. But how old him? Hey, 27. 27. But you are small looking. Little boy. Little boy, but long experience.
today he will show you how to make the fresh spring roll. In Yeah, Vietnam, we have Kutti two vlogger. types of spring roll: the deep fried spring roll and the fresh spring roll. For the deep fries, the ingredient we need to cook like we make basil with the tofu, with the onion, with carrots, with the coriander, and we mix it and then we deep fry. But today we make the fresh one. The ingredient already cooked, like with the steamed prawn. We have the cooked rice noodle, and we have tofu, and we have Tofu means what is the name? Potato? No, ടോഫു എന്ന് പറയുന്ന പനീർ soya പോലത്തെ bean. Soya bean. Yeah. Okay. Cucumber. Yeah, so cucumber. Yeah. Can you eat cucumber? Yeah, I know. Oh, good, very good. Yeah. Can you eat carrot? Yeah. Okay. You eat everything? Very good. And beside the spring roll, later you roll it and then you dip in the salt and you taste. Oh, yummy. Okay. Then now, the spring roll very important. That is the salt. Yeah. This one we balance from fish sauce with some sugar we add in and lemon squeeze. Garlic chopping, put it in, and അതിന് പോകുന്നില്ലേ? chili chopping. ഞാൻ അങ്കിളിന്റെ കയ്യിൽ എടുക്കുന്നുണ്ട്. When you taste it, like a bit spicy, a bit sweet, a bit sour. നമ്മൾ പറഞ്ഞില്ല കട്ടമിട്ട എന്ന് Very okay, very good taste. In India, you make this sauce. Yeah, we know. Yeah. Okay, that's good. And now our chef will make the first one, and after the first one, we make a more room for you here. You can do yourself, and after you do it, you dip in the salt and you can enjoy. Okay, thank you. Okay, so now our chef will make the first one, and then you can do follow him. Okay, you see this is the rice paper. The rice paper, this is very popular in Vietnam. You see, bánh đa nem. Bánh đa nem. This is the rice paper. Rice paper. This one you can find out whatever markets in Vietnam. You can buy easy. So about $1.50 for one pack. But this one you can keep for 1 year. So sometime when you finish the trip, you can take some pack of this and bring home. And sometimes you do invite the friends and the member, the family enjoy. Okay? And normally the rice paper very dry. Very dry. So we need the wet towel. The towel we put the rice paper on to make it soften the rice paper. When you put the ingredient in and you roll it, it don't break the rice paper. Okay? So now our chef will go the first one and then you can do. Well, look at him. Yeah. Em làm vừa đừng làm to quá thì nó xấu. You see, sometimes the rice paper very dry. You can do massage like him. Massage. Malish. Yeah. Malish. Some rice noodle, some carrots, some cucumber. The okay. And some tofu. Ít có tiền nhiều. Nhiều quá thì nó to nhìn nó. Okay. And you roll it. Try to make it long, medium long, and round it, and you fold the side of the spring roll and the other side, and keep roll. Hey, beautiful. Okay. എന്തോ ഫ്രഞ്ച് ഫ്രൈ സ്പ്രിംഗ് റോൾസ്. Okay. Now we can make. You can make and then you can So, taste. Okay. Give pepper. Pepper.
cooking. Okay. We have more room here. Make it hot. There's more room there. അവരൊക്കെ എന്ത് call everybody to see we are cooking. You can sit there. Enjoy this food. They have some other long one first. From Cuba. Okay. Okay. And tofu. When you eat the dragon, you need Okay. to take off the seed. Yeah. Take off the seed. Otherwise, it grow the tree through the head. And there's more fruits. അങ്ങനെ പറ്റിയുള്ളത് ഡ്രാഗൺ ഫ്രൂട്ട്സ് ഉണ്ടാകും ഫ്രൂട്ട്സ് ആയില്ല We can use the എടുക്കട്ടെ ഒരു ഗ്ലാസ് എടുക്കാം അങ്ങനെയൊക്കെ ചെയ്യാം നമ്മളൊന്നും ചെയ്യുന്നില്ല എന്ന് വേണ്ട അല്ലേ yeah. കഴിക്കുന്നതിന് ബുദ്ധിമുട്ട് ഇവർക്ക് അറിയാം സാർ നമ്മളെ പിടിച്ചോണ്ട് കിടക്കല്ലേ അത് കളഞ്ഞാ പിന്നെ എന്തുകൊണ്ട് Because remove otherwise they grow the tree through the head. finish. Enjoy. കാണിക്ക് There is no prize. കാണിക്ക് There is no prize before first cooking make me. Oh. Very good. ഓക്കെ So and the second one. Very good. Wow. One more we can cook Beautiful. and our husband also. This is only. Okay, we can eat. Yeah, you can eat. Take the shot there and dip in the shot. സോസിൽ മുക്കി കഴിക്കും എൻ്റെ അത് ഒട്ടിപ്പോയി കൂടുതലായി പോയി. Very good. അതിന് കാണിക്കും That's good inside. പ്ലേറ്റ് കാണിക്കും This is mine. Look at mine. ഇതെന്റെ. Yeah. ഇനി ഇത് കഴിക്കണം. ബാ കഴിക്കാം ബാ. കഴിച്ചോ കഴിക്കാം ബാ. Okay. You can make more and enjoy. കഴിക്കാൻ പോവാണ്. Yeah. സോസിൽ മുക്കി കഴിക്കും അത് ഒഴിക്കണ്ടേ? ആ ഏതെങ്കിലും ഒന്ന് സോയ സോസോ ഇതോ ഒഴിക്കും ദിസ് ഇസ് ഫിഷ് ഓയിൽ ഇത് ഫിഷ് ഓയിൽ ആണ് അതെടുത്തോ. ഫിഷ് ഓയിൽ ഇഷ്ടമാണ് എല്ലാവർക്കും You want to do? Good. ഇതിന്റെ കൂടെ എന്തോ സോസാണ് എന്തോ കഴിക്കാൻ സോയ സോസ് അല്ലെങ്കിൽ ഫിഷ് ഓയിൽ Yeah. Break it. You should massage first. You should massage. It's dry, so you need massage. Put here. Leave there. കഴിച്ചോ? Put കൊള്ളാമോ? massage first. Massage the paper. Leave there. Massage. ഇല്ല കഴിച്ചോ Right. Massage. കഴിച്ചോ 1 minute. 1 minute. Yeah. ഇന്നലെ ഉച്ചയ്ക്ക് കിട്ടിയതുപോലെ അല്ലാണ്ട് കുറച്ചുകൂടെ Yeah. Okay. And then turn the other. Right. Turn over. Right. And put it up here. And roll. Right. Okay. Roll. Right. And fold the side. Right. And this side. Okay. Yay. Very good.
fast one. This is the fast one. ഞാൻ തന്നെ അത് വെട്ടിപ്പോയത് ശരിയായി. This is like a bread. The bread. എല്ലാം കുറച്ച് വെച്ചാൽ മതി. Good, huh? Very yummy. Yeah. Enjoy. Thank you. ഭയങ്കര ഫ്രീസ് ചെയ്ത് വെച്ചേക്കണം. അതാണ് പാവം. You can hold the plate. Can you hold the plate? Okay, thank you. No, I'm good, thank you. നമ്മള് കുക്ക് ചെയ്യാൻ നമ്മളെ കൊണ്ട് തന്നെ തിരിച്ചു തരും. അതെ. Now this is shrimp cracker. നമ്മളുടെ ഷിപ്പ് കൂടാതെ ധാരാളം ഷിപ്പുകൾ ചുറ്റിലുമുണ്ട്. അവയിലും നൈറ്റ് പാർട്ടിക്കുള്ള തയ്യാറെടുപ്പുകൾ നടക്കുന്നതായാണ് മനസ്സിലാക്കുന്നത്. ഷിപ്പ് മുഴുവൻ ലൈറ്റപ്പ് ചെയ്ത് വലിയ ഒച്ചയും ബഹളവുമൊക്കെ കേൾക്കുന്നുണ്ട്. ഇവിടെ ഞങ്ങളുടെ കലാപരിപാടികൾ തുടരുകയാണ്. വിജിറ്റ ഞങ്ങളെ കൊച്ചാക്കാനുള്ള ശ്രമത്തിലാണ്. പക്ഷെ ഞങ്ങളെ തോൽപ്പിക്കാൻ ഇതൊന്നും പോരാ മോളെ. ചെറിയ തോതിൽ ഡിന്നർ പാർട്ടി ആരംഭിച്ചിട്ടുണ്ട്. ക്യാമറ ഇപ്പോഴും വിജിറ്റമുള്ള കയ്യിലാണ്. ഞാൻ ഞങ്ങളുടെ കലാപരിപാടികളിൽ മുഴുകി. പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ഫ്രാൻസിൻ്റെ മരറ്റൈം മാപ്പിലാണ് ഇവിടെ ആദ്യമായി ഹലോങ് ബേ എന്ന് രേഖപ്പെടുത്തി തുടങ്ങിയത്. അതുവരെ ഇവിടെയുള്ള സ്ഥലങ്ങൾക്ക് മറ്റു ചില പേരുകളായിരുന്നു. ആൽബാഗ്, ബൂത്തുയി, പാൻഡോൺ തുടങ്ങിയ പേരുകൾ. 19-ാം നൂറ്റാണ്ടിൽ ഇതുവഴി പോയ ഫ്രഞ്ച് സഞ്ചാരികൾ ഇവിടെ ഒരു ഡ്രാഗനെ കണ്ടു എന്ന് പ്രചരിപ്പിച്ചു. അങ്ങനെയാണ് ഇവിടം ഹലോങ് ബേ ആയത്. ഹലോങ് ബേയുടെ അർത്ഥം ഡിസെൻഡിങ് ഡ്രാഗൺ എന്നാണ്. അതായത് ഇറങ്ങി വരുന്ന നീരാളി എന്നർത്ഥം. വിയറ്റ്നാമിലുള്ള എല്ലാ പ്രകൃതി പ്രതിഭാസങ്ങളുടെയും ഉത്ഭവത്തെക്കുറിച്ച് നാടോടി കഥകളുണ്ട്. അതിലെല്ലാം ഒരു ഡ്രാഗണും ഉണ്ടാവും. എനിക്ക് തോന്നിയിട്ടുള്ളത് ഇവിടെ പുരാതന ചൈനീസ് സംസ്കാരത്തിൻ്റെ ഭാഗമായിരുന്നിരിക്കുമെന്നാണ്. ഈ ഹലോങ് ബേയുടെ ഉൽപ്പത്തിയെക്കുറിച്ചും അത്തരമൊരു നാടോടി കഥയുണ്ട്. അതിങ്ങനെയാണ്.
വിയറ്റ്നാം ഒരു രാജ്യമായി രൂപപ്പെട്ടു വരുന്ന സമയം. അക്കാലത്ത് ഇവരെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുവാനായി മറ്റു സ്ഥലങ്ങളിൽ നിന്നും അധിനിവേശക്കാർ എത്താറുണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരു അധിനിവേശക്കാരുമായി ഇവർ യുദ്ധത്തിലേർപ്പെട്ടു. ആ സമയം ദൈവം ഒരു ഡ്രാഗൺ ഫാമിലിയെ ഇവരെ സഹായിക്കാനായി ഇവിടേക്ക് അയച്ചു. ആ ഡ്രാഗൺ ഫാമിലി ഇവിടെയുള്ള ധാതുക്കളിൽ നിന്ന് ജൂവൽസും പാറയും വേർതിരിച്ച് ജൂവൽസ് ഉപയോഗിച്ച് ഒരു മതിൽ പോലെ ഈ ഐലൻഡുകൾ ഉണ്ടാക്കി. അധിനിവേശക്കാരുടെ കപ്പലുകൾ ആ മതിലിൽ ഇടിച്ച് ഛിന്നഭിന്നമാവുകയും ഇവർ യുദ്ധത്തിൽ ജയിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഈ ദ്വീപുകൾ ഉണ്ടായതെന്നാണ് കഥ. എന്നാൽ കഥ അവിടെയും തീരുന്നില്ല. യുദ്ധത്തിൽ ജയിച്ച് വിജയശ്രീലാളിതരായ ഡ്രാഗൺ ഫാമിലിക്ക് ഇവിടം ഇഷ്ടപ്പെടുകയും തുടർന്ന് ഇവിടെ സ്ഥിരതാമസമാക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. അങ്ങനെ അമ്മ ഡ്രാഗൺ ഇറങ്ങി വന്ന ദ്വീപാണ് ഇപ്പോൾ ഹലോങ് ബേ എന്ന് അറിയപ്പെടുന്ന സ്ഥലം. അമ്മയോടൊപ്പം വന്ന കുട്ടി ഡ്രാഗണുകളുടെ കളിസ്ഥലമാണ് ബായ് ടു ലോങ് ഐലൻഡ്. അതുപോലെ ഈ കുട്ടി ഡ്രാഗണുകൾ വാലിട്ടടിച്ച് കളിച്ച് രസിച്ച സ്ഥലമാണ് ഇപ്പോഴത്തെ ബാ ലോങ് വി ഐലൻഡ്. ഈ വിയറ്റ്നാമി പേരുകളെല്ലാം നാടോടി കഥകളുമായി ബന്ധപ്പെട്ടുള്ളതാണ്. എന്താ കഥയല്ലേ? എല്ലാ നാട്ടിലും ഇത്തരം നാടോടി കഥകൾ ധാരാളമായി ഉണ്ട്. എന്നാൽ റഷ്യയിലും ചൈനയിലുമാണ് ഇത്തരം കഥകൾ കൂടുതലുള്ളതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മുടെ നാട്ടിലെ ഇത്തരം നാടോടി കഥകൾ മിക്കതും ഇപ്പോൾ നടന്ന സംഭവങ്ങളായാണ് ചിലരെങ്കിലും വിശ്വസിക്കുന്നതും വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നതും. കലികാലം, അല്ലാതെ എന്ത് പറയാൻ. മറ്റൊരിടത്ത് മഹിളകളുടെ യോഗം. എൻ്റെ മക്കൾ കുട്ടികളായിരുന്നപ്പോൾ അവർക്ക് ഞാൻ റഷ്യൻ നാടോടി കഥകൾ വായിച്ച് കേൾപ്പിക്കുമായിരുന്നു. അവർക്കത് വളരെ ഇഷ്ടവുമായിരുന്നു. ഇപ്പോഴും അവർ അതേക്കുറിച്ച് പറയാറുണ്ട്. ആ കഥകൾ വെറും കഥകളാണെന്ന് അവർക്കിപ്പോൾ അറിയാം. കാരണം അവർ ശാസ്ത്രം പഠിച്ച് ഡോക്ടർമാരായി ജോലി നോക്കുകയാണിപ്പോൾ. ഈ ബാബു സാർ എന്ത് ഭാവിച്ചാണോ എന്തോ ആ കയറിൻ്റെ ബലം പരീക്ഷിക്കുന്നു. ഞങ്ങൾ യോഗം പിരിച്ചുവിട്ടു. ക്യാമറ ഞാൻ ഏറ്റെടുത്തു. ഇനിയാണ് പൂരം. ചെറിയ തോതിൽ പാട്ടും പരിപാടികളും തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞ് ഇവയൊക്കെ ഉച്ചസ്ഥായിലാവും. ഇതാ ഇവിടെ തുടങ്ങി. ഇതാണ് നമ്മൾ കാണാൻ കാത്തിരുന്ന രംഗങ്ങൾ. പാട്ട് മുഴുവൻ കേൾപ്പിക്കാൻ കഴിയില്ല. അതുകൊണ്ട് പാട്ടിന് പകരം കുറച്ച് ജനറൽ നോളജ് വിളമ്പിത്തരാം, ഒട്ടും ബോറടിപ്പിക്കാതെ. ബാക്ക്ഗ്രൗണ്ടിൽ മലയാളവും ഹിന്ദി പാട്ടുകളുമാണുള്ളത്. രാത്രിയാകും തോറും സീൻ ഗംഭീരമാവുന്നുണ്ട്. നമ്മുടെ ഷിപ്പും
ലൈറ്റപ്പ് ചെയ്ത് ഗംഭീരമാക്കിയിട്ടുണ്ട്. വലിയ ഒച്ചയും ബഹളവും ഇല്ലാതെയുള്ള പാട്ടുകളാണ് പ്ലേ ചെയ്യുന്നത്. മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ ഹലോങ് ബേ എന്നത് 1969 ദ്വീപുകൾ ചേർന്നുള്ളതാണെന്ന്. എല്ലാറ്റിനും കൂടി 1553 സ്ക്വയർ കിലോമീറ്റർ വിസ്തീർണമാണുള്ളത്. ഇതിൽ 334 സ്ക്വയർ കിലോമീറ്റർ വിസ്തീർണമുള്ള 775 ഐലൻഡുകളാണ് നമ്മളിപ്പോൾ ഉള്ള ഈ കോർ ഭാഗത്തുള്ളത്. ക്രിസ്തുവിന് മുമ്പ് 5000 വർഷത്തിനും 3500 വർഷത്തിനും ഇടയ്ക്കുള്ള കാലത്താണ് ഇവിടെ ജനവാസം തുടങ്ങിയതെന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഈ ഹലോങ് ബേയിലുള്ളതും വലിപ്പമുള്ളതുമായ 2 ഐലൻഡുകളിൽ ഇപ്പോഴും ജനവാസമുണ്ട്. തുവാൻ ചായും ക്യാറ്റ് ബായും. അവിടെ സ്ഥിര താമസക്കാർ മാത്രമല്ല, ഹോട്ടലുകൾ അടക്കമുള്ള ടൂറിസം ഫെസിലിറ്റീസുമുണ്ട്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ട പോലുള്ള 4 ഫിഷിംഗ് വില്ലേജുകളാണ് ഈ ഹലോങ് ബേയിലുള്ളത്. അതിൽ 1600ഓളം ആളുകൾ താമസക്കാരായും ഉണ്ട്. നാടോടി കഥകളുമായി ബന്ധപ്പെട്ട് പേരുള്ള ദ്വീപുകൾ ഒഴികെ മറ്റു ദ്വീപുകൾക്ക് ഇട്ടിട്ടുള്ള പേരുകൾ അവയുടെ ആകൃതിക്കനുസരിച്ചാണ്. മിക്കവാറും പക്ഷികളുടെയോ മൃഗങ്ങളുടെയോ പേരാണ് ഇവർ ഇടാറുള്ളത്. വായിൽ കൊള്ളാത്ത പേരായതിനാൽ അവ പറയുന്നില്ല. എലിഫൻസ്, ഫൈറ്റിംഗ് മങ്കി എന്നിങ്ങനെ അർത്ഥമുള്ള പേരുകളാണ് ഇവിടുള്ള മിക്ക ഐലൻഡുകൾക്കുമുള്ളത്. പല വലിപ്പത്തിലുള്ള ക്രൂസ് ഷിപ്പുകളുണ്ട്, പല ഫെസിലിറ്റീസ് നൽകുന്നവ. ഒരു രാത്രി മാത്രം എൻജോയ് ചെയ്യാവുന്നവയും ഒരു രാത്രിയും 2 പകലും എൻജോയ് ചെയ്യാവുന്നവയും 2 രാത്രിയും 3 പകലും എൻജോയ് ചെയ്യാവുന്നവയൊക്കെയാണ് പാക്കേജുകൾ. നമ്മുടെ പാക്കേജ് 1 നൈറ്റും 2 ഡേയുമാണ്. ഇത്തരം പാക്കേജുകളിൽ ഉൾപ്പെട്ടതാണ് ലഞ്ചും ഡിന്നറും കേവ് വിസിറ്റും കുക്കിംഗ് ക്ലാസും വാട്ടർ ആക്ടിവിറ്റീസും ഒക്കെ. ഇതിൽ കേവ് വിസിറ്റ് നമ്മൾ നാളെ നടത്തും. പിന്നുള്ള ആക്ടിവിറ്റീസായ മസാജ്, ഹോട്ട് ട്യൂബ്, സൗന തുടങ്ങിയവയ്ക്ക് പ്രത്യേകം ചാർജസ് ഉണ്ട്. കുറച്ചധികം ഐലൻഡുകളുടെ ഒരു ക്ലസ്റ്ററാണ് ഹലോങ് ബേ. ഇത് സ്ഥിതി ചെയ്യുന്നതാകട്ടെ 2 വലിയ ഐലൻഡുകളുടെ ഇടയ്ക്കും. ബായ് തോ ലോങ് ബേയും ക്യാറ്റ് ബാ ഐലൻഡും. ഈ കാണുന്ന ഐലൻഡുകളിൽ വെള്ളത്തിന് മുകളിൽ കാണുന്ന ഭാഗം മാത്രമാണ് സെപ്പറേറ്റ് ആയിട്ടുള്ളത്. അടിയിൽ മിക്ക ദ്വീപുകളും ഒന്നായാണുള്ളത്. ഈ വെള്ളത്തിന് മുകളിൽ കാണുന്ന ഭാഗങ്ങളെല്ലാം വൃക്ഷനിബിഡമാണ്. ഈ ഐലൻഡുകളിൽ വെള്ളത്തിന് മുകളിലും അടിയിലുമായി ധാരാളം കേവ്സ് ഉണ്ട്. അതുപോലെ ചില വലിയ ഐലൻഡുകളിൽ ലേക്കുകളും മറ്റു ചില ഐലൻഡുകളിൽ ഭംഗിയുള്ള കടൽ തീരവും ഉണ്ട്.
ഡിന്നർ ആരംഭിക്കുന്നു. സീറ്റുകൾ ഒക്കുപ്പൈ ചെയ്തില്ലെങ്കിൽ പ്ലേറ്റ് കിട്ടില്ല. അതുകൊണ്ട് ഞാനും ഇരുന്ന് സീറ്റ് ഉറപ്പിച്ചു. വീണ്ടും എഴുന്നേറ്റ് ഷൂട്ടിംഗ് തുടങ്ങി. ഡിന്നറിൻ്റെ വിഭവങ്ങളെക്കുറിച്ചും അവ വിളമ്പുന്ന രീതിയും തുടർന്ന് നാളെയുള്ള ആക്ടിവിറ്റികളെക്കുറിച്ചുമാണ് ഇയാൾ വിവരിക്കുന്നത്. Can you hear clearly? Yeah, Oh, thank you. How are you now? nice. You are very hungry or are you powerful? Dynamic bubble. After spring roll, you have some spring roll, you have some orange juice, and you have some watermelon, dragon fruits. So when you eat the dragon fruit, did you take the seed off? See that? The dragon fruit? I see it. Oh, so It'll grow. it's grow through the ear, Yeah. through the eyes, and more fruits on the head. Yeah. Okay. So, Just like that. oh yeah, that's you were like a meter tree Yes. moving around. Yeah. Thank you. So, ladies and gentlemen, I'm just make a joke with you, but anyway, we're very happy to have you here. And to see in the open air restaurant, that's beautiful. And later, the moon will come to see you about 9 to 9:30. You can't see now, but later they will come and say hello to you. Okay. Yeah. And I would like to inform you the itinerary for tomorrow. So tomorrow we will start the day very early. I know that when you travel, you want to sleep until 8 o'clock. But for tomorrow, the time very short, so we have less time. So that's why we have to start the day very early with the breakfast from 6 to 6:50. We start the breakfast from 6 until 6:50. Okay? We have almost 1 hour for breakfast. For the breakfast, we will have toast, we have croissant, we have egg. I think that's really enough for you for the breakfast. And we will finish the breakfast, we'll get ready at 6:55. We're going down on the first floor and we get off the cruise to visit the water cave. So tomorrow morning we have a chance to visit the water cave. For the water cave, we're not hiking up to the mountain. We will take the bamboo boat. The local people will row us to get through the long tunnel to see the stalactite and stalagmite on the ceiling. They're hanging down the ceiling. And we get inside the huge lagoon, very beautiful landscape there. So it takes for 45 minutes to 1 hour to visit the water cave. And we will come back again to the cruise about 8 o'clock in the morning. And after the water cave, well, we had a free time. We just relax, enjoy the scenery of the bay and the cruise on the way, cruising around the mountain. We enjoy the landscape. And on the cruise, we will pack the luggage and we check out the cabins at 9:30. So at 9:30 we pack the big luggage, we will leave outside the room. And the staff will help you bring down on the first floor and they will taking care for the luggage. And then we will serve you the brunch buffet at 9:40. So we serve you the big brunch buffet like a lunch today before we get off the cruise. We finish the brunch buffet at 10:30. And after 10:30, we get on the small boats again. We start going back to the mainland until 11:10. And then we get on the bus and the driver will drive you back to Hanoi until 2:30. You get to the central Hanoi. And we'll finish for the trip today 1 night in Halong. And after dinner today, if you want to do squid fishing, we invite you go down on the first floor. We set up the line and the fishing rod. You can do squid fishing on the first floor. Or you can do singing or karaoke on the third floor, just 1 floor down from the sun deck here. Or you can stay up here, lay down on the long chair
enjoy the moon shining about 9 to 9:30. So I think very beautiful and very romantic for you. Okay, and that's it the program for tonight and tomorrow. So are you clear? Very clear. Thank you. So do you have any question for me? Anyone have any question for me? Can we see the sunrise? Yeah. Sunrise. Normally in the summer, every day we see the sunrise from 5:30 in. തുടർന്ന് ഗംഭീര ഡിന്നർ ആരംഭിച്ചു. ഇനിയും ഷൂട്ട് ചെയ്ത് നടന്നാൽ എൻ്റെ ഡിന്നർ കുളമാവും. ഈ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണേ. ഒപ്പം അടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ ഒന്ന് ആക്ടിവേറ്റ് ചെയ്താൽ നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മടിക്കല്ലേ. തുടർന്നുള്ള ഭാഗങ്ങൾ തുടർന്നുള്ള എപ്പിസോഡുകളിൽ അടുത്ത എപ്പിസോഡിൽ കാണും വരെ goodbye.